ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും. ആയിരത്തി 1995 കാലഘട്ടത്തിൽ ഞാനും വേറെ 2 ദൈവദാസന്മാരും കൂടെ ചേർന്ന് കോട്ടയത്ത് മൂലേടം എന്ന് പറയുന്ന ഭാഗത്ത് സുവിശേഷ വേലയ്ക്ക് ഭവന സന്ദർശനത്തിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഭവനങ്ങൾ കയറി സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭവനത്തിലേക്ക് കയറി ചെന്നു. അവിടെ ഒരു സഹോദരി വളരെ വേദനയോടെയാണ് അവർ ഞങ്ങളെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അകത്തെ മുറിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ്റെ ദേഹം മുഴുവനും മുറിവുകളായിട്ട് കിടക്കുക. ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. അടുത്തിരുന്ന് സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഒരു വിശ്വാസ കുടുംബമാണ്. പക്ഷേ ആ മനുഷ്യൻ വിശ്വാസം വിട്ട് ചില നാളുകൾ ആരൊക്കെയോ പ്രേരിപ്പിച്ചത് മുഖാന്തരം അദ്ദേഹം ഈ പണം ഇരട്ടിപ്പിക്കുന്ന എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരാൾ കൂട്ടുകാരൻ നിർബന്ധിച്ച് വിളിച്ചു, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകേണ്ട ദിവസം. അപ്പോൾ ആദ്യം ഈ സഹോദരൻ പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകണം. ഇല്ലടാ, പൈസ കിട്ടുന്ന കേസാ. അപ്പോൾ പലവട്ടം നിർബന്ധിച്ചപ്പോൾ ആ മനുഷ്യൻ പോയി. അങ്ങനെ പോയി അത് പിന്നെ ഒരു ഭാഗമായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. മാസത്തിൽ 1-2 ചർച്ചിൽ പോവുക, ബാക്കി സൺഡേകളിൽ ഞായറാഴ്ചകളിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോവുക. അങ്ങനെ പോയി ഒരു ദിവസം അവിടെ വലിയ അടിപിടിയായി. എതിർ പാർട്ടികൾ വടിവാളിന് വെട്ടിയതാണ്. അപ്പോൾ നോക്കണേ, ഈ മനുഷ്യൻ്റെ ദേഹം മുഴുവനും സ്റ്റിച്ചിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ണുനീരോടെ അവിടെ നിൽക്കുക. അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നത്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ, അദ്ദേഹത്തോട് പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ അന്നേരം വന്ന ഒരു ചിന്തയുണ്ട്. ദൈവത്തെ വിട്ട് പണത്തിൻ്റെ പിന്നാലെ പോയതിന് കിട്ടിയ ഫലമാണ്. ദൈവത്തെക്കാൾ ഉപരി പണത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ദിവസം അതിൻ്റെ മഹത്വം പോലും മറന്നു കളഞ്ഞിട്ട് പണം കിട്ടും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടി. ജീവിതത്തിൽ ഒടുവിൽ ഈ മനുഷ്യൻ ദേഹം മുഴുവനും മുറിവുകളായി സ്റ്റിച്ചിട്ട് അനങ്ങാൻ മേലാതെ കട്ടിലിൽ കിടക്കുക. താൻ ഉണ്ടാക്കിയതും അതിനപ്പുറവും അവിടെ നഷ്ടപ്പെടുത്തി. എന്ത് നേടി എന്നൊരു ചോദ്യം. ഞാനിത് ആദ്യമേ പറഞ്ഞത്, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ആ യാഗവസ്തുക്കളിൽ ദൈവത്തിന് ഒരു പ്രസാദവുമില്ലാതെ ദൈവം അവരോട് ചോദിക്കുകയാണ്,
കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനമുള്ളതിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ഈ അർപ്പണം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഞാനിത് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒരു വലിയ യാഥാർത്ഥ്യം, ഒരു സത്യം ഞാൻ പറയുമ്പോൾ എന്നോട് മുഷിയുവാൻ, പിണങ്ങുവാൻ, പരിഭവിക്കുവാൻ ഇടയാകരുത്. കാരണം ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അനവധി ആളുകൾ ദൈവസഭയ്ക്ക് കൊടുക്കുന്നുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. നല്ലത് തന്നെയാണ്, കൊടുക്കരുതെന്നല്ല, കൊടുക്കണം എന്ന് തന്നെയാണ്. കൊടുക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഈ മലാക്കി പ്രവാചക പുസ്തകത്തിൽ തന്നെ നാം അത് പഠിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു പഠനം തന്നെയുണ്ട്. എന്നാൽ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ശരിയായി ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവസഭയിൽ പോകാതെ നാം ജീവിതത്തിൻ്റെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവിട്ടിട്ട് നാം ദൈവത്തിന് കൊടുത്തു, ആ കൊടുത്തതുകൊണ്ട് ഞാൻ തൃപ്തനായി എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ കൊണ്ടുവന്നത് കടിച്ചു കീറിപ്പോയതും മുടന്തുള്ളതും ദീനമുള്ളതുമാണ് എന്ന്. ശ്രദ്ധിക്കണം. നാം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുകയല്ല വേണ്ടത്, അവിടെയല്ല ദൈവത്തിന് പ്രസാദം. ഈ നാളുകളിൽ ആളുകൾ വിചാരിക്കുന്നത് സുവിശേഷകന്മാർക്ക്, കൺവെൻഷന്, അല്ലെങ്കിൽ ചില രോഗികൾക്ക്, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, സഭഹാള് പണിയുന്നതിന്, സോഷ്യൽ വർക്കിനായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീതം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരാധനയ്ക്ക് പോയില്ലേലും ദൈവം അതിൽ പ്രസാദിക്കും എന്ന് വിചാരിക്കുകയാണ്. ജോലിക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്, പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് വിശ്വാസികൾ ജോലി ചെയ്യണം. ജോലിക്ക് കൃത്യമായിട്ട് മുടക്കം കൂടാതെ പോകുന്നുണ്ട്. കല്യാണത്തിനും ജന്മദിനത്തിനും മറ്റ് സകല പരിപാടികൾക്കും നാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, പല ആളുകളും ആരാധനയ്ക്ക് ദൈവസഭകളിൽ വരുന്നില്ല എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടിരിക്കും. ഇതാര് പറയും, ആര് പഠിപ്പിക്കും? പല ആളുകൾക്കും, പല ദൈവമക്കളോടും ഇത് പറയാൻ ഭയമാ. കാരണം കൂട്ടായ്മ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം, പിണങ്ങിപ്പോകുമോ എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം. നോക്കണേ, നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവം എന്നെയും താങ്കളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യമാണ്, ശ്രേഷ്ഠമായ കാര്യമാണ്. അത് കഴിഞ്ഞേ ബാക്കിയെല്ലാം ഉള്ളൂ. ആരാധനയാണ് എന്നും നിലനിൽക്കും. സ്വർഗത്തിലും നാം ദൈവത്തെ ആരാധിക്കും. ചില ആളുകൾ പറയുന്നത് സ്വർഗത്തിൽ ആരാധിക്കില്ല, അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ആരാധിച്ചില്ലേലും വലിയ പ്രശ്നങ്ങളില്ല. അല്ല, അങ്ങനെയല്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരം, ഞാനത് സുഗ്രാഹ്യമായ ആരാധന ദൈവത്തിന് അർപ്പിക്കും. ആരാധന കളഞ്ഞിട്ട് എനിക്കൊരു കല്യാണം വേണ്ട, ആരാധന നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊരു പാർട്ടി വേണ്ട, എനിക്കൊരു പ്രോഗ്രാം വേണ്ട, അങ്ങനെ ചിന്തിക്കാൻ, അത് ധൈര്യത്തോടെ ഒരു തീരുമാനമെടുക്കുവാൻ, ആ നിലകളിൽ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠകരമായ കാര്യം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്നത് ദൈവജനത്തിന്, സുവിശേഷ വേലയ്ക്ക്, ദൈവസഭയ്ക്ക് ഒക്കെ കൊടുക്കുമ്പോൾ അതിലാണ് ദൈവത്തിന് പ്രസാദം. അത് ലഭിക്കുമ്പോൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, ദൈവകൃപയുടെ ശുശ്രൂഷകളായിട്ട് മാറുന്നത്. ദൈവമുള്ളവരെ, ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ കള്ളത്തരത്തിന് പോയിട്ട്
ദൈവത്തിന് അതിൽ നിന്നൊരു അംശം കൊടുത്താൽ എൻ്റെ കള്ളത്തരത്തിന് പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കുന്ന മനോഭാവമായിട്ട് ആരും മാറാനിടയാകും. ആ കോട്ടയത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ആ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു, പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ, പോരാ. അതല്ല, ദൈവത്തിന് നമ്മുടെ പണമല്ല വേണ്ടത്, പിന്നെയോ നമ്മളെയാണ് വേണ്ടത്. നാം ദൈവസന്നിധിയിൽ ചെല്ലുക, ദൈവത്തെ ആരാധിക്കുക, ഊനമില്ലാത്ത ആരാധന ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ, ഊനമില്ലാത്തവരായി നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴല്ല. പല ആളുകളും ആരാധന പകുതിയാകുമ്പോഴാണ് വരുന്നത്. പല ആളുകളും ആരാധനയുടെ കർത്തൃമേശ കഴിയുന്നത് എഴുന്നേറ്റ് ഓടുകയാണ്. എന്തിന് താമസിച്ചു വരുന്നു, എന്തിന് ആദ്യം എഴുന്നേറ്റ് ഓടുന്നു, ഈ ചെയ്യുന്നവർക്കും അറിയത്തില്ല. എന്തേ ഇത്ര വിഷമിച്ച് ഈ ദൈവസഭയിലേക്ക് വരുന്നതിൻ്റെ കാരണമെന്ത് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, അതൊരു സമർപ്പണമുള്ള ജീവിതമല്ല. നാം കൃത്യമായി ദൈവസഭയിൽ വരികയും ദൈവസഭയിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് സഹോദരന്മാരോട് ചേർന്ന് സന്തോഷം അനുഭവിച്ച് കൂട്ടായ്മ അനുഭവിച്ച് ദൈവസന്നിധിയിൽ സമയം ചിലവിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായ ആരാധന, ദൈവം പ്രസാദിക്കുന്ന ആരാധന അർപ്പിച്ച് സമാധാനത്തോടെ പോകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെ ഒരു ആരാധന അർപ്പിക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി, അത് ഭയങ്കരമാണ്. അതനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാകും. അതനുഭവിക്കുവാൻ, ആ നിലകളിൽ ജീവിപ്പാൻ എൻ്റെ പ്രിയ സഹോദര സഹോദരി, താങ്കളൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ സ്ഥലം സഭകളേറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയാണ്. അങ്ങനെയുള്ള സമർപ്പണമുള്ള ആരാധനകൾ ദൈവം പ്രസാദിക്കുന്ന ആരാധനയാണ്. ആ നിലകളിലുള്ള ആരാധനകൾ അർപ്പിച്ച് നമ്മുടെ സ്ഥലം സഭകൾ ഉണർവും ഉന്മേഷവും ഉള്ളതായി തീരുവാൻ, ദൈവപ്രസാദമുള്ള വ്യക്തികളായി നാം മാറുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തുന്നു. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ.